പ്രൈവറ്റ് ബസ് റൂട്ടുകൾ ദേശസാൽക്കരിക്കാൻ സർക്കാർ ഉടമയിൽ ഏറ്റെടുത്ത് KSRTC, അന്ന് KSRTC ഇല്ല, അന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്, അവരെ ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് അതിനുള്ള നിയമ നടപടികൾ നോട്ടിഫിക്കേഷനൊക്കെ തുടങ്ങി. ഈ ശങ്കുണ്ണിപ്പിള്ളയ്ക്ക്, ദേശബന്ധുവിൻ്റെ ഉടമസ്ഥനായിരുന്ന ശങ്കുണ്ണിപ്പിള്ള, അദ്ദേഹത്തിൻ്റെ ഈ പത്രം തുടങ്ങുന്നതിന് മുമ്പും പത്രം നടക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്നുള്ള ഒരു വലിയ ഈ ബസ് സർവീസ് കമ്പനിയായിരുന്നു, സ്വരാജ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ചില റൂട്ടുകളുകൂടെ ദേശസാൽക്കരിച്ചു. അപ്പോൾ അതിൻ്റെ ആ പത്രത്തിൻ്റെ മാനേജർ മറ്റേ ശങ്കുണ്ണിപ്പിള്ളയുടെ ഒരു മരുമകനായിരുന്നു. അദ്ദേഹം എന്നെ വന്ന് കണ്ട് ഒരു ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, ഈ അവരുടെ റൂട്ട് എടുക്കുന്നതിന് എതിരായിട്ട് ഞാൻ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്ന പണിയല്ല, എൻ്റെ പാർട്ടിക്ക് അനുസരണമായിട്ടുള്ള പ്രവർത്തനമാണിത്, അതുകൊണ്ട് വരില്ല. അയാൾ മിണ്ടാതെ അങ്ങ് പോയി. പക്ഷേ അടുത്ത 1-ാം തീയതി ശമ്പളത്തിൻ്റെ ചെക്കോട് കൂടി അയച്ചു ഒരു കത്തും കൂടെ, യുവർ സർവീസസ് ആർ ടെർമിനേറ്റഡ്. അങ്ങനെയാണ് അവിടെ തീർന്നത്. അപ്പോൾ പിന്നെ വേറെ പത്രത്തിനങ്ങും പോകാൻ പോയില്ല. ഇപ്പോൾ സാർ ആനുകാലികങ്ങളിലൊക്കെ എഴുതാറുണ്ട്, മലയാളത്തിൽ ചില ആനുകാലികങ്ങൾ എഴുതാറുണ്ട്. ഈ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നാഷണൽ ലെവലിലുള്ള ചില ജേർണൽസിലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇപ്പോഴും അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം ഒന്ന് വിശദീകരിച്ച് നമുക്ക് ഈ ഇൻ്റർവ്യൂ അവസാനിക്കാം. കുറച്ച് മുമ്പ് വരെ ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങളുണ്ടാകുമ്പോൾ ഒരു മനസ്സിന് തീരെ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും വരുമ്പോൾ ഞാൻ സ്വമേധയാ എഴുതുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും എഴുതാൻ വയ്യ, വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എഴുതുന്നത് ആരെങ്കിലും ആവശ്യപ്പെടുമ്പോഴാണ്. അത് അധികവും ഇപ്പോൾ ആവശ്യക്കാർ വരുന്നത് ആരുടെയെങ്കിലും അനുസ്മരണം. ഇപ്പം ഞാൻ അവസാനമായി എഴുതി കൊടുത്തിരിക്കുന്നത് K. പങ്കജാക്ഷൻ്റെ അനുസ്മരണമായി ഒരു സോവനിയർ പ്രസിദ്ധപ്പെടുത്തുന്നു RSPക്കാർ. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ അവസാനം എഴുതി കൊടുത്തത്. അങ്ങനെ വേറെ ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ മാത്രമേ ഇപ്പോൾ എഴുതാറുള്ളൂ. മറ്റത് ഞാൻ സ്വമേധയാ കുറേയൊക്കെ എഴുതുമായിരുന്നു. പത്രപ്രവർത്തന രംഗത്തെ താങ്കളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ പൊതുമാധ്യമ പ്രവർത്തകർക്ക് പ്രചോദനമാകും എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.